നീ പരിപാടി തുടങ്ങിയ ഞാൻ വരണേക്കാൾ മുമ്പാ ഇടിക്കേമി. ഹലോ, ഇവിടെ ഒരാളുണ്ട്. ബാ ഹലോ, നമുക്ക് ഒരുമിച്ച് പറയാം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ മൈ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനും കുഞ്ഞിപ്പെണ്ണും വന്നേക്കണത് മീഷോന്ന് ഞങ്ങളൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞങ്ങൾ നമ്മളപ്പം മീഷോന്ന് അങ്ങനെ ഒന്നും വാങ്ങാറൊന്നുമില്ല. പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് നമ്മൾ ഉടായ്പ സാധനം ആവരുത് എന്നൊരാഗ്രഹമുള്ളത് കൊണ്ട് നമ്മൾ വാങ്ങാണ്ടിരുന്നതായിരുന്നു. അതൊരു തെറ്റിദ്ധാരണയായിരുന്നു എന്ന് ഇപ്പം ഞാൻ 2 പ്രൊഡക്റ്റ് വാങ്ങിച്ചു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ, എല്ലാം നമുക്കിങ്ങനെ നല്ലതായിട്ട് കിട്ടുമോ എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പം ഈ സംഭവം വാങ്ങാനായിട്ട് ഒരു പ്രത്യേക ഒരു കാരണമുണ്ട്. കാരണം ഞാനിതൊരു വ്ളോഗ് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അത് വേറെ ആരുടെ വ്ളോഗും അല്ല, നമ്മുടെ അഭിരാമി ചേച്ചിയുടെ വ്ളോഗാണ്. നമ്മുടെ അമൃത ചേച്ചിയുടെ അനിയത്തി അഭിരാമി ചേച്ചിയുടെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അതിൽ ചേച്ചി കുറച്ച് മീഷോ പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ എനിക്ക് യൂസ്ഫുള്ളാണ് എന്ന് തോന്നിയ ഒരു സംഭവം ഞാനിവിടെ വാങ്ങിച്ചിട്ടുണ്ട്. അയ്യോ സോറി. അപ്പോൾ ഇത് നമുക്കൊരു സെൽഫി സ്റ്റിക്ക് പോലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ചേച്ചി അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടാണ്. അപ്പോൾ ചേച്ചി അതിൽ നല്ല റിവ്യൂ ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി നല്ലതായിരിക്കും, നമുക്കൊരു അഫോർഡബിൾ പ്രൈസും ആണ്. എന്നാൽ പിന്നെ ഓർഡർ ആക്കാമെന്ന് വെച്ചിട്ട് വേഗം തന്നെ ഓർഡർ ആക്കി. സംഭവം പറഞ്ഞ ഡേറ്റിന് മുമ്പ് തന്നെ വന്നായിരുന്നു കേട്ടോ. ശരിക്കും ഇന്നാണ്, അതായത് ഞാനിപ്പോൾ 20-ാം തീയതിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇന്ന് പോസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പം 20-ാം തീയതി വരുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ സാധനം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് 3 ദിവസമായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ മുമ്പൊരു ജോഷുമോനെ ഞാനൊരു ചുമ്മാ ഒരു ബനിയനും പിന്നെ ഒരു ട്രൗസറും വാങ്ങിച്ചായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ പറഞ്ഞ ഡേറ്റിന് മുമ്പേ തന്നെ വന്നായിരുന്നു. അപ്പം അതെനിക്ക് ഭയങ്കര ഒരു ഇതായി തോന്നി. നമുക്ക് നമ്മുടെ ആവശ്യത്തിന് മുമ്പേ തന്നെ സംഭവം കയ്യിൽ കിട്ടുന്നുണ്ട്. എല്ലാം ഇങ്ങനെ ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എന്തോ എനിക്ക് കിട്ടിയ 2 പ്രൊഡക്റ്റും നേരത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഓപ്പൺ ചെയ്യാം. ഞങ്ങൾക്ക് ചെറുതായിട്ട് ഊവാവുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ചെറിയ പനിയുണ്ട്, പിന്നെ എനിക്കുള്ളപ്പോൾ ചുമയുണ്ട്, പിന്നെന്താ ജലദോഷമുണ്ട്. പനിയപ്പം ക്ഷീണിച്ചു, ഞങ്ങൾ ക്ഷീണിച്ചു. നമുക്ക് തുറക്കണ്ടേ? കുഞ്ഞിനെ കാണിച്ചു തരണ്ടേ അമ്മ? നീ പിന്നെ പിന്നെ കളിക്കാൻ നിൽക്കണം. അപ്പം നേരമില്ലാത്ത നേരത്ത് എടി ചേട്ട വരണേക്കുമ്പോ നമുക്ക് തുറക്കണ്ടേ? ഇതാണ് അവസ്ഥ. ഇത് തുറക്കണ്ടേ? ഇത് ഇഷ്ടപ്പെട്ടില്ലേ? ഓ വേണ്ട, എനിക്കെന്തിനാണ് അമ്മ ഇതൊക്കെ? ബാ, അമ്മയ്ക്ക് ആവശ്യമുണ്ട്. അമ്മേ, അമ്മയുടെ കുഞ്ഞിപ്പെണ്ണാരാ? പറയാൻ സൗകര്യമില്ല. ഇത്ര വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ പോക്കോ. അല്ല പിന്നെ ഒറ്റക്കൈ കൊണ്ടൊക്കെയാണ് ഗൈസ് ഞാനത് പൊളിക്കണത്. എന്താ ചെയ്യാനാ? നമ്മുടെ കുഞ്ഞിപ്പെണ്ണൊരു കുറുമ്പ് പെണ്ണല്ലേ. സംഭവം ഇത് ഞാൻ ഓർഡർ ചെയ്ത സമയത്ത് ഞാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ജോഷുമോൻ്റെ ടീഷർട്ട് വന്നപ്പോഴാണ്, സത്യത്തിൽ ഞാൻ മറന്നു കിടക്കായിരുന്നു. ടീഷർട്ട് വന്നപ്പോഴാണ് ഞാൻ അയ്യോ ഇങ്ങനൊരു സംഭവം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ വലിയ കാര്യത്തിൽ ഞാൻ എത്തിച്ചായ ഒരെണ്ണം കൂടി വരാനുണ്ട് കേട്ടോ. സംഭവം ഓപ്പൺ ആയിട്ടുണ്ട്, കവർ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞു വന്ന് ഇന്നലെ ചായ കണ്ടു ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നീ പൊട്ടിച്ചില്ലേ എന്ന് ചോദിച്ചു. പൊട്ടിച്ചിട്ടില്ല, ഞാനിതൊരു വ്ളോഗ് ആക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇതാണ് ഗൈസ് നമ്മൾ ഓർഡർ ചെയ്ത സാധനം. ഇതാണ് ഇതുള്ള ഞാനൊക്കെ ഉണ്ട് കേട്ടോ. യു ക്യാൻ വിൻ അപ് ടു 500 rupees. 500. കൺഗ്രാജുലേഷൻസ്. എന്തിട്ടാണോ എനിക്കൊന്നും മനസ്സിലായില്ല. ക്യാഷ് ബാക്ക് ഉണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അത് ഞാൻ ഒന്ന് നോക്കട്ടെ. ഉണ്ടെന്നാണെങ്കിൽ ഞാൻ പറയാം ഇതെങ്ങനെയാണ് എന്ത് സംഭവം എന്നുള്ളത്. ഇതൊന്നും ചേച്ചി പറഞ്ഞില്ലല്ലോ.
ഇതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, അതായത് എനിക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൽ ലൈറ്റ് ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ മിക്കപ്പോഴും ലൈറ്റ് ഒരു പ്രോബ്ലമായിട്ട് എനിക്ക് അഭിമുഖീകരിക്കാറുണ്ട്. ഓക്കെ, അവിടെയാണ് കറക്റ്റ്. ഓക്കെ, ചാർജ് ചെയ്യാനുള്ള സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അയ്യോ, എന്തൊരു സംഭവം കേട്ടല്ലോ, പൊട്ടി തെറിക്കുമോ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം നമ്മുടെ കയ്യിലെത്തി ഗൈസ്. അയ്യോ, ഇതെങ്ങനെ എന്താ ചെയ്യേണ്ടത് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ചേച്ചിയുടെ വീഡിയോ ഒന്നുകൂടി ഞാൻ കാണേണ്ടതായിട്ടുണ്ട്. കണ്ടാ, ലൈറ്റ് ലൈറ്റ് സത്യമായിട്ട് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കേട്ടിട്ടില്ലേ? അതാണിപ്പോൾ എൻ്റെ കയ്യിൽ സെൽഫി സ്റ്റിക്ക്. ഇതിൻ്റെ എവിടെയോ ഫോൺ വെക്കുക അല്ലതറിയോ, പഠിക്കും. കിട്ടി ബോധിച്ചു അംബാനെ, കിട്ടി ബോധിച്ചു. കിട്ടി. ഏതാണ്ട് ഈ പരുവത്തിലേക്ക് ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെച്ച് നോക്കട്ടെ കേട്ടോ. പക്ഷേ ഇതിൻ്റെ ലൈറ്റ് പൊക്കോ. പക്ഷേ ഇതിൻ്റെ ലൈറ്റ് എവിടെ ഓൺ ആക്കണ്ടേന്നാണ് എനിക്കൊരു ഐഡിയ ഇല്ലാത്തത്. ലൈറ്റ് കണ്ടിട്ടല്ലേ ഞാനിത് വാങ്ങിച്ചു. അപ്പം ലൈറ്റ് കത്താണ്ടിരുന്ന് കഴിഞ്ഞാൽ ലൈറ്റ് കത്തി. ടൺ. ഓ, ശരിയാണ് കേട്ടോ. 2 മോഡ് ഉണ്ട്. ഒരു ഡിം ലൈറ്റ് ഉണ്ട്, ഒരു ബ്രൈറ്റ് ലൈറ്റും ഉണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു സ്റ്റിക്കറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊളിച്ചോളുണ്ട്. കൂടുതൽ ലൈറ്റ് കിട്ടിയാലോ. ഓക്കെ, ഇതിന് ഞാൻ ഫോണിൽ വെച്ച് നോക്കാം കേട്ടോ. പക്ഷെ ഇതെന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ ഇതുണ്ടല്ലോ, ഇത് ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് അവർ. ഓ, ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. സെറ്റാണ്. ഇനി ഇതെന്ത്, ഇവിടെ വേറൊരു സാധനം. മിക്കവാറും ഇത് 2 ദിവസത്തേക്കുള്ളത് ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. ഓ, നമുക്കിതിങ്ങനെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കുന്നതാണ് ഗൈസ്. ഇനി ഞാൻ ഒന്ന് ഫോണൊന്നിൽ വെച്ച് നോക്കട്ടെ കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ ഇതിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഈ പറഞ്ഞ മാതിരി എന്തോ ഒരു, അത് എൻ്റെ പ്രശ്നമായിരിക്കാം. ഞാനിത് പിടിക്കുന്നതിൻ്റെ പ്രശ്നമാണോ എന്നെനിക്ക്, അതായത് ഞാനിത് പ്ലേ ചെയ്തതിൻ്റെ പ്രശ്നമാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ കുഞ്ഞു? യെസ്. പിന്നെ ലൈറ്റ് ചേച്ചി പറഞ്ഞ അത്രയ്ക്കും എനിക്ക് തോന്നിക്കുന്നില്ല. അതിനിപ്പോൾ ചേച്ചിക്ക് കിട്ടിയത് നല്ലതായിരിക്കും. ഇപ്പോൾ ലൈറ്റ് ഓൺ ആക്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞ എനിക്ക് അത്രയ്ക്കൊരു ഡിഫറൻസ് എനിക്ക് തോന്നിക്കുന്നില്ല. പിന്നെ ഈ പറഞ്ഞ മാതിരി അഭിരാമി ചേച്ചി തന്നെ പറഞ്ഞിരുന്നു, നമ്മൾ കൊടുക്കുന്ന ഒരു എമൗണ്ട് നമ്മൾ അതിനനുസരിച്ച് വേണമല്ലോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ കുഴപ്പമില്ല. എനിക്ക് സ്റ്റിക്കൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു ബാക്കി ഫീച്ചേഴ്സൊക്കെ ഓക്കെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പ്രൈസിൽ ഞാനൊരു സാറ്റിസ്ഫൈഡ് ആണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ മിക്കപ്പോഴും ഞാനിങ്ങനെ വേർട്ടിക്കലിലാണല്ലോ വീഡിയോ എടുക്കുന്നത്. ഇതിലേക്ക് തോന്നുന്നു ഹൊറിസോണ്ടലി ഫോൺ വയ്ക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി ഇത് തോന്നുന്നു. കാരണം എനിക്ക് അറിഞ്ഞുകൂടാ അതിന് വീഴോ എന്നൊരു പേടി എനിക്കുണ്ട്. ഫോൺ വീഴോ എന്നൊരു പേടിയുണ്ട്. അതർവൈസ്
ഞാനിത് പിടിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഈ ചെരിഞ്ഞ് പോക്കും കാര്യങ്ങളൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് വെച്ച് ഞാൻ ഒന്ന് യൂസ്ഡ് ആവാനായിട്ട് ടൈം എടുക്കും എന്ന് നല്ല പ്രതീക്ഷയുണ്ട്. എൻ്റെ കർത്താവ്, കാരണം ഇത് പിടിക്കുമ്പോൾ ഇളകി പോകണം. അതെന്താണ് എന്നാണ് ഇതിങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ ഇളകി പോകുന്നുണ്ട്. അതിനിപ്പോൾ ഞാൻ അത് ടൈറ്റ് ചെയ്ത് വെക്കാത്തതിൻ്റെ ആണോ എന്നും എനിക്കറിഞ്ഞൂടാ കേസ്. അത് ഞാൻ ടൈറ്റ് ചെയ്ത് വെക്കാത്തതിൻ്റെ തന്നെയായിരുന്നു കേട്ടോ. കാരണം ഞാനിപ്പോൾ അതൊന്ന് കുറച്ചൊന്ന് ഇതാക്കി വെച്ചപ്പം ഇപ്പോൾ ഓക്കെയാണ്. ഇഷ്ടപ്പെട്ടു അമ്പാനെ, ഇഷ്ടപ്പെട്ടു. ലൈറ്റിൻ്റെ മാത്രമാണ് ഞാൻ അത്രയ്ക്കൊരു ഞാൻ മിനിറ്റ് ഡിമ്മിൽ പോയി നിന്നിട്ട് നോക്കട്ടെ എങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലത്ത് എങ്ങനെയായിരിക്കും നോക്കിയോട്ടെ കേട്ടോ. ഓ കൊള്ളാം. അവിടെ ഭയങ്കര ലൈറ്റ് ഉണ്ടായിരുന്നല്ലോ. ഞാൻ വിൻഡോൻ്റെ അടുത്ത് ഇരുന്നിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പം നല്ല ലൈറ്റ് പുറത്തൊന്നുണ്ടായിരുന്നു. അപ്പോൾ വേർപ്പൊക്കെ നന്നായി കാണുന്നുണ്ട്. ഓക്കെ, ഇത് വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്. നമ്മൾ തീരെ ലൈറ്റില്ലാത്തൊരു സ്ഥലത്ത് നമുക്കിത് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഞാൻ പിന്നെ ഇത് വാങ്ങിച്ചപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ചേച്ചി വീഡിയോയിൽ പറഞ്ഞത് നമ്മളിത് സ്റ്റാൻഡ് പോയി വയ്ക്കുമ്പോൾ ചെറിയൊരു ആട്ടുണ്ട്, നമ്മൾ റിസ്ക് എടുത്ത് വെക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കമൻറ്റ്സ് നോക്കിയപ്പോഴും, അതായത് ചേച്ചിയുടെ വീഡിയോയിലുള്ള കമൻറ്റ്സ് നോക്കിയപ്പോഴും അതെങ്ങനെ കണ്ടുണ്ടായിരുന്നു, ചെറിയൊരു ഇളക്കമുണ്ട് എന്നുള്ളത്. പക്ഷേ എന്തോ ഒരു ദൈവഭാഗ്യം ആ വാങ്ങിച്ചതിന് അങ്ങനത്തെ ഒരു ഇളക്കില്ല കേട്ടോ. അതെനിക്കൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത് ഓക്കെയാണ്, ഇത് വെച്ചിട്ട് അത്യാവശ്യം എനിക്ക് വീഡിയോസൊക്കെ എനിക്ക് എടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇപ്പോൾ അങ്ങനെ വെച്ചിരിക്കുന്നത്, സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്നത്. പക്ഷേ ഇളക്കമൊന്നുമില്ല, അതങ്ങനെ ഡീസൻ്റ് ആയിട്ട് എന്താണോ എനിക്ക് വേണ്ടി മനസ്സിലാണല്ലോ. ഞാൻ ഇത്ര ഡീസൻ്റ് ആയ കാരണം നമ്മുടെ വന്നിക്കുന്ന പ്രൊഡക്റ്റും ഡീസൻ്റാണ്. ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഈ സംഭവം എനിക്ക് തോന്നുന്നത് യൂസ് ചെയ്യാനായിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ കുക്കിംഗ് പരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതലും ഇങ്ങനത്തെ ഒരു സംഭവം ആവശ്യം വരുന്നത്. അപ്പോൾ എൻ്റെ ഇനിയുള്ള കുക്കിംഗ് വീഡിയോയിൽ ഈ മഹാൻ എന്നെ ഹെൽപ്പ് ചെയ്യും എന്ന ശുഭപ്രതീക്ഷയിൽ ടാറ്റാ ബൈ ബൈ.